സോ തിരിച്ചു വന്നു, ഒരു സ്പേസ് OLXൽ നിന്ന് റെൻ്റ് ചെയ്തു, പെയിൻ്റ് അടിച്ചു. ഞാൻ ആ പെയിൻ്റ് അടിച്ച് രാജീവ് ഏട്ടൻ, ഷൗട്ട് ഔട്ട് രാജീവ് ഏട്ടന് ഹെൽപ്പ് ചെയ്തു. എനിക്ക് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞു തന്നു, പെയിൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യാനെന്നുള്ളത്. എൻ്റെ കൈയൊക്കെ കുറച്ച് പൊള്ളി, ഞാൻ പ്രൈമർ എടുത്ത് എൻ്റെ കൈ കൂടി ഒഴിച്ചു കൊടുത്തു. ദെൻ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തു, ഇങ്ങനെയാണ് ഓഫീസിൻ്റെ ഇത് വരേണ്ടതെന്നുള്ള ഈ ഫുൾ പ്ലാനിങ് ഞാൻ തന്നെയാണ്, ഡോണ്ട് വറി. ഓക്കെ, പ്ലാൻ ചെയ്തു, അതിനനുസരിച്ച് അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റി. ഷൗട്ട് ഔട്ട് ടു മൈ ബ്രദർ കിരൺ ബാബു, ഷൗട്ട് ഔട്ട് ടു മൈ ബ്രദർ അരുൺ ബാബു, ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് സ്പേസ് ഹാസ് ബിക്കം റിയൽ. അപ്പോൾ അന്ന് 2019 മനസ്സിലുണ്ടായിരുന്ന ഐഡിയ ഹാസ് ബിക്കം എ റിയാലിറ്റി. ആൻഡ് ഇതാണ് ഡെസ്റ്റിനേഷൻ. ഈ ഓഫീസ് ബിൽഡ് ചെയ്യുന്നതായിരുന്നു ഡെസ്റ്റിനേഷൻ എന്നെനിക്ക് തോന്നുന്നില്ല. മേ ബി ക്ലീഷയാണ്, ബട്ട് ഇറ്റ് വാസ് ദ ജേർണി. ആൻഡ് ഡ്യൂറിങ് ദ ജേർണി ഞാനൊരു സംഭവം പഠിച്ചു. ആളുകളുമായിട്ട് നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. ഓക്കെ, ഈവൻ ദോ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതും ത്രൂ എ സ്ക്രീൻ ആണെങ്കിലും, വി ഷുഡ് ടോക്ക് മോർ ടു പീപ്പിൾ അല്ലേ. നാട്ടുകാരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം, വഴി കൂടി പോകുന്നവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് ക്യാമറയും കൊണ്ട് അവരെ മുഖത്ത് നോക്കി പോയി ഒന്ന് സംസാരിക്കണമെന്നല്ല. ഓക്കെ, ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത്, കുറച്ച് റാൻഡം കോൺവെർസേഷൻ. ബട്ട് നല്ലതാണ് ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്നത്, ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഡേ 1 ഓഫ് ബിൽഡിംഗ് എ സ്റ്റാർട്ടപ്പ് ഇൻ കേരള. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് മോർ കണ്ടൻറ്റ് ഓൺ വാട്ട്സ് ഹാപ്പനിങ്, വാട്ട് ഐ ആം ഡൂയിങ്, എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ദ സ്ട്രഗിൾസ്, മെയിൻലി ദ സ്ട്രഗിൾസ്, കാരണം ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ. യാ.